ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ മാക്സി സ്റ്റിച്ച് ചെയ്യുന്ന റണ്ണിങ് മെറ്റീരിയൽ കൊണ്ട് ഒരു വലിയ ചുരിദാർ കട്ട് ചെയ്യുന്ന വീഡിയോ ആയാലോ. അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് മറക്കരുത്, സബ്സ്ക്രൈബ് മസ്റ്റായിട്ട് ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു വേണ്ടി കണ്ടല്ലോ, ഇതേപോലെയുള്ള ഒരു പ്രിൻറ്റിൽ വരുന്ന ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. കണ്ടല്ലോ, ഈ ഒരു ക്ലോത്ത് ഇതുപോലെ നടു മടക്കുക. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ കാണിച്ചു തരികയാണ്. ഞാനിവിടെ നടുവല്ല മടക്കുന്നത്. ഇങ്ങനെ മടക്കുന്നവർക്ക് ഇതുപോലെയും ചെയ്യാം. ഞാനിവിടെ നമ്മുടെ ഹിപ്പിൻ്റെ വിഡ്ത്ത് അനുസരിച്ചാണ് ഈ ഒരു ക്ലോത്ത് മടക്കുന്നത്. ആദ്യം നമുക്കൊന്ന് ഈ ഒരു ക്ലോത്തിൻ്റെ വീതി നോക്കാം. 41 ഇഞ്ചാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വീതി ഉള്ളത്. പ്ലെയിൻ കളറിൽ വരുന്ന റണ്ണിങ് ക്ലോത്ത് ആണെങ്കിൽ അതും 54 ഇഞ്ച് വീതിയൊക്കെ ഉള്ള റണ്ണിങ് ക്ലോത്ത് ആണെങ്കിൽ നമുക്ക് 4.5 മീറ്ററൊക്കെ മതി ഈ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെയാണ് മടക്കിയത്. കണ്ടല്ലോ, നമ്മുടെ ഹിപ്പ് വിഡ്ത്ത് എത്രയാണോ അതിലേക്ക് ഒരു 2 ഇഞ്ചൊക്കെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ മടക്കുക. കണ്ടല്ലോ, വീഡിയോയിൽ കാണുന്നതുപോലെ ചെയ്യുക. നമ്മുടെ ഹിപ്പ് വിഡ്ത്ത് എത്രയാണോ അതിലേക്ക് 2 ഇഞ്ച് ആഡ് ചെയ്ത് അത് കറക്റ്റാക്കി മടക്കുക. ഈ ഒരു ചുരിദാറിൻ്റെ ലെങ്ത്ത് 48ആണ്. അതിലേക്ക് 2 ഇഞ്ച് ആഡ് ചെയ്ത് 50 ഇഞ്ചിലാണ് ഇതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. ക്ലോത്ത് നല്ല രീതിയിൽ കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. എന്നിട്ട് ആ ലൈനിൽ നിന്നും നമ്മുടെ ലെങ്ത്ത് എത്രയാണോ അത് അടയാളപ്പെടുത്തുക. കണ്ടല്ലോ, ഇതുപോലെ ലെങ്ത്ത് അടയാളപ്പെടുത്തുക. നമ്മുടെ ടേബിളിൽ ഈ ഒരു ലെങ്ത്ത് അടയാളപ്പെടുത്താനുള്ള സൗകര്യമില്ല, അതുകൊണ്ട് ഇതുപോലെ ഒന്ന് വലിച്ചു വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, 48 ഇഞ്ച് അടയാളപ്പെടുത്തി അതിലേക്ക് 2 ഇഞ്ച് ആഡ് ചെയ്ത് 50 ഇഞ്ച് അടയാളപ്പെടുത്തുക. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ട് ഇതുപോലെ ഒന്ന് ചെയ്യണേ. അപ്പം ബിഗിനേഴ്സ് ആണെങ്കിൽ നല്ല രീതിക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു മാക്സി ബിറ്റൊക്കെ എടുത്ത് അവനവനും തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണ്ടി. അപ്പോൾ ഞാനിവിടെ കട്ടിങ് വീഡിയോ മാത്രമാണ് വിട്ടിരിക്കുന്നത്. ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ എത്ര തവണ വിട്ടതാണ്. അപ്പം ഇതൊരു വലിയ ചുരിദാറും അതുപോലെ ഹിപ്പൊക്കെ സ്ലിറ്റൊക്കെ താഴേക്ക് വേണമെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള ചുരിദാർ ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ വിടാമെന്ന് കരുതിയത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്യ്. ഇനി നമ്മൾ അടയാളപ്പെടുത്തിയ 50 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്നും ഇതുപോലെ 4 ഫോൾഡറാക്കി വെക്കുക. കണ്ടല്ലോ, ഇതുപോലെ 4 ഫോൾഡറായി വെച്ചതിന് ശേഷം ഒന്നും കൂടെ മുകളിൽ നിന്നും ലെങ്ത്ത് അടയാളപ്പെടുത്തുക. ഈ ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ തന്ന കസ്റ്റമർ നല്ല ഹാപ്പിയാണ്. കാരണം എവിടെ പോയി സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്താലും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും റിപ്പയറിങ്ങിന് വേണ്ടി കൊണ്ടുപോകലാണെന്ന് പറഞ്ഞു. ഈ ഒരു ചുരിദാർ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാം പാകമാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് വിളിച്ചിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ കണ്ട് ഇതിനുള്ള കമൻറ്റ് അറിയിക്കണം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ലെങ്ത്ത് 50 അടയാളപ്പെടുത്തി, സീം അലവൻസും കൂട്ടി 50 അടയാളപ്പെടുത്തി. ഇനി ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതി അടയാളപ്പെടുത്തുക. അപ്പോൾ ഷോൾഡർ 15ആണ്, അതിൻ്റെ പകുതി 7, ഒരു 8 ഇഞ്ച് അടയാളപ്പെടുത്തുക. കാരണം കുറച്ച് വീതിയൊക്കെ നിന്നോട്ടെ എന്ന് പറഞ്ഞത് കൊണ്ട് പ്രശ്നമില്ല.
അതുപോലെ ആം ഹോള് 7.5 അടയാളപ്പെടുത്തുക. എന്നിട്ട് ഒരു കർവ് വരയ്ക്കുക. ഇനി ചുരിദാറിന് എങ്ങനെയാണ് അളവെടുക്കുക എന്ന് അടുത്ത വീഡിയോയിൽ വിടുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നവർക്കൊക്കെ കട്ടിങ് ചെയ്യാൻ പേടിയാണ് എന്ന് പറയുന്നവർക്കൊക്കെ വളരെ വ്യക്തമായി ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇനി അടുത്തതായി ചെസ്റ്റ് അടയാളപ്പെടുത്തുക. ചെസ്റ്റ് 24 ആണ്. അതിൻ്റെ പകുതി 12. അതിലേക്ക് 1.5 ഇഞ്ച് സീം അലവൻസും ചേർത്ത് അടയാളപ്പെടുത്തുക. ഇനി അടുത്തതായി മുകളിൽ നിന്നും താഴേക്ക് വേസ്റ്റ് ലെങ്ത്ത് അടയാളപ്പെടുത്തുക. വേസ്റ്റ് ലെങ്ത്ത് 14 ആണ് ഈ ഒരു ചുരിദാറിന് ഞാൻ അടയാളപ്പെടുത്തിയത്. അതുപോലെ ഹിപ്പ് ലെങ്ത്ത് അടയാളപ്പെടുത്തുക. ഹിപ്പ് ലെങ്ത്ത് 21 അടയാളപ്പെടുത്തുക. സ്ലിറ്റ് താഴേക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് സ്ലിറ്റിൻ്റെ ലെങ്ത്ത് 25 അടയാളപ്പെടുത്തുക. സാധാരണ ഒരു ചുരിദാറിൻ്റെ സ്ലിറ്റ് വരുന്നത് 21ലൊക്കെയാണ് സ്ലിറ്റ് ലെങ്ത്ത് എടുക്കാറുള്ളത്. ഈ ഒരു ചുരിദാറിന് 25 സ്ലിറ്റ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വേസ്റ്റ് വിഡ്ത്ത് അടയാളപ്പെടുത്തുക. വേസ്റ്റ് വിഡ്ത്ത് 23 ആണ്. അതിൻ്റെ പകുതി 11.5 അടയാളപ്പെടുത്തുക. അതിലേക്ക് സീം അലവൻസ് 1.5 ആഡ് ചെയ്യുക. അതുപോലെ ഹിപ്പ് വിഡ്ത്ത് 25. അപ്പോൾ അതിൻ്റെ പകുതി 12.5 അടയാളപ്പെടുത്തുക. ഇനി ഒന്നും കൂടെ നോക്കുക. നമ്മുടെ ചെസ്റ്റിൻ്റെ അളവും അതുപോലെ വേസ്റ്റിൻ്റെ അളവൊക്കെ ഒന്ന് കറക്റ്റാണെന്ന് നോക്കുക. ഇനി നമ്മൾ അടയാളപ്പെടുത്തിയ എല്ലാ ഭാഗവും ഇതുപോലെ യോജിപ്പിക്കുക. ഇനി ചെയ്യേണ്ടത്, നമ്മുടെ സ്ലിറ്റ് താഴോട്ടാണല്ലോ നമ്മൾ അടയാളപ്പെടുത്തിയത്. അപ്പോൾ നമ്മുടെ ഹിപ്പിൻ്റെ വിഡ്ത്ത് 13.5 അടയാളപ്പെടുത്തിയത്. അപ്പോൾ ഈ ഒരു 25 അടയാളപ്പെടുത്തിയ സ്ലിറ്റിൻ്റെ ലെങ്ത്തിലേക്ക് വിഡ്ത്ത് അടയാളപ്പെടുത്തേണ്ടത് 13 13.5. അതിലേക്ക് 1 ഇഞ്ച് ആഡ് ചെയ്ത് 14.5 അടയാളപ്പെടുത്തുക. ഹിപ്പ് വിഡ്ത്ത് 13.5 എന്ന് പറഞ്ഞത് സീം അലവൻസും കൂട്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സീം അലവൻസൊക്കെ കൂട്ടിയിട്ട് ആ ഒരു 25 ലെങ്ത്ത് വരുന്ന ഭാഗത്ത് 14.5 അടയാളപ്പെടുത്തുക. എന്നിട്ട് അവിടേക്ക് ഇതുപോലെ ഒന്ന് വരക്കുക. ഇനി ഏറ്റവും താഴെയായിട്ട് ഫ്ലെയർ അടയാളപ്പെടുത്തുക. ഫ്ലെയർ നമുക്ക് 15 തന്നെ അടയാളപ്പെടുത്താം. എന്നിട്ട് ഈ ഒരു 14.5 അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് സ്ലിറ്റിനുള്ള സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. അപ്പം വീഡിയോ എല്ലാവർക്കും മനസ്സിലാകുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ചുരിദാറിന് സ്ലിറ്റ് 20 21ലൊക്കെയാണ് നമ്മൾ ലെങ്ത്ത് കൊടുക്കാറുള്ളത്. ഇത് 25 നമ്മുടെ ഹിപ്പിൻ്റെ വിഡ്ത്തിൻ്റെയും കാട്ടിലും 1.5 ഇഞ്ച് ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്ത് വിഡ്ത്ത് ഇടേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്കൊന്ന് ടൈറ്റായി നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെയുള്ള ചുരിദാറുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ എല്ലാ അളവുകളും വരച്ചതിന് ശേഷം ഇനി കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തതായി സ്ലീവ് കട്ടിംഗ് ആണ്. അതിനുവേണ്ടി ഈ ഒരു ക്ലോത്ത് 2 ഫോൾഡറായി മടക്കി വെച്ചതിന് ശേഷം വീണ്ടും മടക്കുക. അപ്പോൾ 4 ഫോൾഡറായി മടക്കുക. കണ്ടല്ലോ, ഇതുപോലെ 4 ഫോൾഡറായി മടക്കി വെക്കുക. എന്നിട്ട് നമ്മൾ വിചാരിച്ച ആ ഒരു വീതി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ
ഈ ഒരു എഡ്ജ് ഭാഗത്ത് 4 ഭാഗത്തായിട്ട് പീസ് വെച്ച് കൊടുത്ത് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ലെങ്ത്ത് അടയാളപ്പെടുത്തുക. ഈ ഒരു സ്ലീവിൻ്റെ ലെങ്ത്ത് 16 അതിലേക്ക് 2 ഇഞ്ച് ആഡ് ചെയ്ത് 18 അടയാളപ്പെടുത്തുക. ആം ഹോൾ 8 അടയാളപ്പെടുത്തി അതിലേക്ക് 2 ഇഞ്ച് ആഡ് ചെയ്യുക. ആം ഹോൾ കർവ് 3 ഇഞ്ച് അടയാളപ്പെടുത്തുക. ആം ഹോളിൻ്റെ ഈ ഒരു നേരെയുള്ള വിഡ്ത്ത് 9 ആണ്. 9, 9.5 എടുക്കാം. അതിലേക്ക് 2 ഇഞ്ച് സീം അലവൻസും ചേർക്കാം. അപ്പം ഞാനിവിടെ ഒരു പീസ് വെച്ച് കൊടുക്കേണ്ടതുണ്ട് ഈ ഒരു വീതി കിട്ടാൻ. അതൊക്കെ സ്റ്റിച്ചിങ്ങിലാണ് ചെയ്യുന്നത്. ഇനി അടയാളപ്പെടുത്തിയ ഭാഗത്ത് ഇതുപോലെ ഒരു കർവായി വരയ്ക്കുക. അതിനുശേഷം മുകളിൽ നിന്നും താഴേക്ക് 8 ഇഞ്ച് അകലത്തിൽ മസിലിൻ്റെ അവിടെയുള്ള ഒരു ഭാഗമാണിത്. അവിടെയുള്ള വിഡ്ത്ത് അടയാളപ്പെടുത്തുക. അപ്പോൾ 7 ഇഞ്ച് അടയാളപ്പെടുത്തി, സീം അലവൻസ് 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി. അതുപോലെ താഴെ 6 ഇഞ്ച് സീം അലവൻസ് 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് സ്ലീവിനുള്ള അളവുകളൊക്കെ. കണ്ടല്ലോ, സ്ലീവ് ലെങ്ത്ത് അടയാളപ്പെടുത്തുക, അതുപോലെ ആം ഹോൾ കർവ്, അതുപോലെ മസിലിൻ്റെ അവിടെയുള്ള അളവ്, അതൊക്കെ നമുക്ക് എടുത്താൽ നല്ല പെർഫെക്റ്റായിട്ട് സ്ലീവ് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പം നമ്മുടെ സ്ലീവ് കട്ടിങ് കഴിഞ്ഞു. ഇനി പാട്ടിയാല പാൻറ് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണാം. അപ്പം നമ്മൾ ടോപ്പും പാൻറ്റും സ്റ്റിച്ച് ചെയ്യാൻ ഈ ഒരു ക്ലോത്ത് 6 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. പ്ലെയിൻ ക്ലോത്ത് ആണെങ്കിൽ, അതുപോലെ വിഡ്ത്ത് 54 ഒക്കെ വരുന്ന വിഡ്ത്തിലുള്ള ക്ലോത്ത് ആണെങ്കിൽ 4.5 മീറ്ററൊക്കെ മതിയാവും. അപ്പം ഈ ഒരു ക്ലോത്ത് 6 മീറ്റർ എടുത്തത് ഈ ഒരു ടോപ്പും പാൻറ്റും സ്റ്റിച്ച് ചെയ്യാൻ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പാട്ടിയാല പാൻറ് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണാം. അതിനു വേണ്ടി ഇതുപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മിഡിൽ കണക്കാക്കി മടക്കുക. അതുപോലെ തന്നെ 4 ഫോൾഡറായി തന്നെ മടക്കി വെക്കുക. 2 എഡ്ജ് ഭാഗവും ഒരേ ലെവലിൽ കിട്ടുന്ന രീതിക്ക് ഇതുപോലെ മടക്കി വെക്കുക. കണ്ടല്ലോ, 2 ഭാഗവും ഇതുപോലെ മടക്കി 4 ഫോൾഡറായി വെക്കുക. ഇനി ഏറ്റവും മുകളിലായിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. കറക്റ്റായി കിട്ടാനാണ് കേട്ടോ. ഈ ഭാഗം സ്ട്രൈറ്റ് ലൈൻ വരച്ച് അവിടെ കട്ട് ചെയ്യുക. ഈ ഒരു ക്ലോത്തിൻ്റെ വീതി മുഴുവനായിട്ട് എടുക്കുക. ഇതൊരു 20, 20.5 ഉണ്ട്. ഇനി പാൻറ്റിൻ്റെ ഫുൾ ലെങ്ത്ത് 40 ആണ്. അപ്പം ബാൻഡിൻ്റെ ലെങ്ത്ത് 8 ആണ്. ആ ഒരു 8 ഇഞ്ച് മൈനസ് ചെയ്ത് അതുപോലെ അതിലേക്ക് 3 ഇഞ്ച് ആഡ് ചെയ്ത് 35 അടയാളപ്പെടുത്തുക. അപ്പം ആദ്യം ടേപ്പ് വെക്കുന്നത് ഇതുപോലെ ചെയ്യുക. 8 ഇഞ്ച് മുകളിലേക്ക് കയറ്റി ടേപ്പ് വെക്കുക. അത് ബാൻഡിൻ്റെ ലെങ്ത്ത്. ഇനി എവിടെയാണോ 40 വരുന്നത് അവിടെ അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിലേക്ക് സീം അലവൻസ് 3 ഇഞ്ച് ആഡ് ചെയ്ത് അടയാളപ്പെടുത്തുക. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. കാരണം ഇതുപോലെ കിട്ടി. അപ്പോൾ നമ്മുടെ ലെങ്ത്ത് ഇവിടെ കറക്റ്റായി കിട്ടി. സീം അലവൻസ് 3 ചേർത്തിട്ടാണ് കേട്ടോ അടയാളപ്പെടുത്തുന്നത്.
ഇനി ടേപ്പ് ഒന്ന് തലക്കന്ന് പിടിച്ച് ഒന്നും കൂടി നോക്കുക. അപ്പോൾ നമുക്ക് 35 അടയാളപ്പെടുത്തിയ ഭാഗം 35 ഉണ്ടല്ലോ. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. ഇനി ക്രോച്ചേരിയുടെ ഭാഗത്ത് 10 ഇഞ്ചാണ് ഞാനിതിന് അടയാളപ്പെടുത്തുന്നത്. അപ്പം നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് 8, 9 ഒക്കെ അടയാളപ്പെടുത്താം. ഇനി അവിടെ ഒരു ചെറിയൊരു കർവ് വരച്ച് ഏറ്റവും താഴെയായിട്ട് 35 അടയാളപ്പെടുത്തിയ ഭാഗത്ത് ഒരു 9 ഇഞ്ച് അടയാളപ്പെടുത്തി ആ ഭാഗത്തേക്ക് ക്രോച്ചേരിയുടെ ഭാഗത്ത് നിന്നും സ്ട്രെയിറ്റായിട്ടൊരു ലൈൻ വരക്കുക. അപ്പോൾ പാട്ടിയാല ഫാനിൻ്റെ കട്ടിങ് ഇത്ര മാത്രമുള്ളൂ. ഇനി ബാൻഡ് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വരച്ച ലൈനിൽ കൂടി കട്ട് ചെയ്യാം. ഇനി അടുത്തതായി ബാൻഡ് കട്ടിംഗ് ആണ്. അപ്പം പ്ലെയിൻ ക്ലോത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ആ സൈഡിൽ വന്ന ബാലൻസ് മതി ആ ഒരു ബാൻഡിന്. അപ്പം നമുക്ക് ഇങ്ങനെ പ്രിൻറ്റിൽ വന്ന ക്ലോത്ത് ആയതുകൊണ്ട് ഫാൻറ്റിൻ്റെ ആ ഒരു ലൈന് കറക്റ്റായി കിട്ടൂല. അതുകൊണ്ട് ഈ ഒരു ബാലൻസ് വന്ന ഭാഗം ബാൻഡിന് പറ്റുകയില്ല. അപ്പം നമുക്ക് ഫാൻറ്റ് കട്ട് ചെയ്തിട്ട് ബാക്കി വന്ന ലെങ്ത്തിൽ നിന്നും ബാക്കി വന്ന പീസ് എടുത്ത് ബാൻഡ് കട്ട് ചെയ്യാം. കണ്ടില്ല, ഈ ഒരു ഭാഗം ബാൻഡിന് പറ്റുകയില്ല. ആ ലൈന് ഇതുപോലെ കിട്ടിയാൽ ഒരു മാച്ച് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് എടുക്കുക. കണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത് നമുക്ക് ബാക്കി വന്ന ആ സൈഡിൽ വന്ന ഭാഗം പ്ലെയിൻ ക്ലോത്തൊക്കെ ആണെങ്കിൽ പറ്റിയിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു പീസ് തന്നെ എടുക്കേണ്ടി വന്നത്. കണ്ടല്ലോ, ഇത് 4 ഫോൾഡറായി മടക്കി വെച്ച് നമ്മുടെ ബാൻഡിൻ്റെ വിഡ്ത്ത്, ഹിപ്പ് വിഡ്ത്ത് എത്രയാണോ അതെടുക്കുക. അതിലേക്ക് 2 ഇഞ്ച് ആഡ് ചെയ്ത് ഞാനിവിടെ 13 ഇഞ്ചാണ് വിഡ്ത്ത് എടുക്കുന്നത്. അതുപോലെ ലെങ്ത്ത് നമുക്ക് ബാൻഡിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിലേക്ക് 2 ഇഞ്ച് ആഡ് ചെയ്ത് 10 ഇഞ്ച് ലെങ്ത്തും വിഡ്ത്ത് 13 എടുത്ത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബാൻഡ് കട്ടിങ് ഇവിടെ കഴിയാനായി. അപ്പോൾ ഇത്ര മാത്രമുള്ളൂ. നമ്മുടെ ഒരു ടോപ്പും പാട്ടിയാല ഫാൻറ്റും കട്ട് ചെയ്യുന്നത് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനലിൽ പോയി മറ്റുള്ള വീഡിയോ ഒക്കെ കണ്ട് ഇതുപോലെ ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.